പ്രിയ രക്ഷിതാക്കളെ, കുട്ടികൾ കഥകൾ കേട്ട് വളരട്ടെ. കഥകൾ കേൾക്കുന്ന കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷി കിട്ടും. അവർ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് മനസ്സിൽ തന്നെ സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവരുടെ സങ്കല്പ ലോകം വളർന്നു വലുതാവട്ടെ. ഇന്ന് കഥകൾ കേട്ട് കൊണ്ട് ഇരുന്ന നമ്മുടെ കച്ചു അപ്പൂപ്പനോടൊരു കഥ പറയട്ടെ എന്ന് ചോദിച്ചു. ഇന്ന് ഞാൻ അപ്പൂപ്പനോടൊരു കഥ പറഞ്ഞു തരട്ടെ, കച്ചു ചോദിച്ചു. അപ്പൂപ്പന് സന്തോഷവും അതിശയവും ഒക്കെ തോന്നി. കച്ചുവിന് കഥ അറിയാമോ? കച്ചുവിന് കഥ അറിയാം അപ്പൂപ്പ. ഒരു കാക്ക നെയ്യപ്പം തട്ടിയെടുത്ത കഥ കച്ചുവിന് നല്ലതായിട്ട് അറിയാം. ശരി കച്ചു പറഞ്ഞോളൂ, അപ്പൂപ്പൻ പറഞ്ഞു. കച്ചു കഥ പറയാൻ തുടങ്ങി. ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ദേവനും ഉണ്ടായിരുന്നു. ആ കഥയിലെ കുട്ടിയുടെ പേരാണ് ദേവൻ. അപ്പോൾ ഒരു ദിവസം അച്ഛനും അമ്മയും സംസാരിച്ചു കൊണ്ട് മുറ്റത്ത് ഇരിക്കുകയായിരുന്നു. കച്ചു ഒരു നെയ്യപ്പം കഴിക്കാൻ തുടങ്ങി. ആ നെയ്യപ്പം കണ്ട കാക്ക അടുത്തുള്ള മരക്കൊമ്പിൽ വന്നിരിക്കുകയും ചെയ്തു. അച്ഛനും അമ്മയും സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ദേവൻ നെയ്യപ്പം കടിക്കുകയും വീണ്ടും കയ്യിൽ വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാക്ക കൗശലത്തോടെ ആ നെയ്യപ്പത്തിൽ നോട്ടമിട്ടു. എന്നിട്ട് അച്ഛനും അമ്മയും കാണാതെ ഈ നെയ്യപ്പം കയ്യിൽ വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോയി. എന്നിട്ടെന്ത് പറ്റി കച്ചു? എന്നിട്ടെന്ത് പറ്റി? കാക്ക കൊണ്ടുപോയോ? അപ്പോൾ കാക്ക നെയ്യപ്പം കൊണ്ടുപോയത് നമ്മുടെ ദേവൻ നിലവിളിച്ചു. ഇത് കേട്ട് അച്ഛൻ പറഞ്ഞു, കാക്ക കൊണ്ട് പൊയ്ക്കോട്ടെ, ഇനി അത് നമുക്ക് എന്തിനാണ്? മോന് വേറൊരു നെയ്യപ്പം തരാം എന്ന് പറഞ്ഞ് അച്ഛൻ അകത്ത് പോയി വേറൊരു നെയ്യപ്പം കയ്യിലെടുത്ത് കൊടുത്ത് അവനെ വീട്ടിനകത്ത് തന്നെ ഇരുത്തി. അവൻ കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഈ നെയ്യപ്പം നമ്മുടെ കാക്കയുടെ വായിലിരിക്കുന്നത് കണ്ട് അടുത്ത് തന്നെ ഒരു നായ ഉണ്ടായിരുന്നു. നായ പറഞ്ഞു, കാക്കേ കാക്കേ, കാക്ക എത്ര സുന്ദരനാണ്, എത്ര സുന്ദരനാണ് നിന്നെ കാണാൻ. അപ്പോൾ കാക്ക സന്തോഷം കൊണ്ട് കാ 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 എന്ന് വിളിക്കുകയും വായിലിരുന്ന നെയ്യപ്പം താഴെ വീഴുകയും ചെയ്തു. ആ നായ നെയ്യപ്പവും കൊണ്ട് പോവുകയും ചെയ്തു. ഇതാണ് ഇന്നെൻ്റെ കഥ. കച്ചു പറഞ്ഞു നിർത്തി. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കൊടുക്കണേ.